ഇതൊരു ആഴത്തിൽ നമ്മുടെ ഹൃദയത്തിലൊരു ബോധ്യമായിട്ട് പരിശുദ്ധാത്മാവ് നൽകുമ്പോൾ നമ്മുടെ പലതരത്തിലുള്ള പാപ സ്വഭാവങ്ങൾ ഉപേക്ഷിക്കാൻ നമുക്ക് പറ്റും. പാപം ചെയ്യാനായിട്ട് തോന്നുന്നു ക്രിസ്തുവിന്റെ മോഹം അങ്ങടേക്ക് വരും, കർത്താവിന്റെ ക്രൂശ് നമ്മുടെ അടുത്തേക്ക് അങ്ങോട്ട് വരും. അപ്പൊ അത്രയും തരത്തിൽ ഈ യേശു എന്ന വ്യക്തി എനിക്ക് വേണ്ടിയിട്ടാണ് സഹിച്ചത് എന്നൊരു ബോധ്യം പരിശുദ്ധാത്മാവ് നിങ്ങളുടെ ഓരോരുത്തരുടെ ഉള്ളിൽ ഈ ദിവസം കൂടുതൽ മെച്ചപ്പെടുത്തി ആഴപ്പെടുത്തി തരാൻ ആഗ്രഹിക്കുകയാണ്. പറഞ്ഞ ഹല്ലേലൂയ. നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് ഒരു ബോധ്യം ഉണ്ടാവണം, കർത്താവായ യേശു ക്രിസ്തു ഞങ്ങൾക്ക് വേണ്ടിയിട്ട് എനിക്ക് വേണ്ടിയിട്ടാണ് സഹിച്ചതെന്ന് ഓരോ കുട്ടിക്ക് എത്രമാത്രം ബോധ്യം ഉണ്ടാകുന്നോ അത്രമാത്രം ആ കുഞ്ഞ് പാപത്തിന് അകന്നിരിക്കും. ഭാര്യയോടുള്ള സ്നേഹത്തെ പ്രതി, ഭർത്താവിനോടുള്ള സ്നേഹത്തെ പ്രതി പാപത്തിൽ നിന്ന് അകന്നിരിക്കാൻ അത്ര എളുപ്പമല്ല. മറ്റു നാട്ടുകാരെ പേടിച്ച് പാപം, ഇപ്പൊ എനിക്കറിയാം എന്റെ ജീവിതത്തിൽ ഞാൻ പാപം ചെയ്യാതിരിക്കുന്നതിന്റെ കാരണം കർത്താവായ യേശു എനിക്ക് വേണ്ടി സഹിച്ചു, കർത്താവ് കാണുന്നുണ്ട്, കർത്താവ് എനിക്ക് വേണ്ടിയാണ് സഹിച്ചത്. ഈ ഒരു ചിന്ത എന്റെ ഉള്ളിൽ ശക്തമായിട്ട് ബോധ്യമാകുന്നതോടും അപ്പൊ പാപത്തെ വെറുത്ത് ഉപേക്ഷിക്കാനായിട്ട് പരിശുദ്ധാത്മാവ് എനിക്ക് കൃപ നൽകും. വീട്ടുകാർ കാണുന്നുണ്ടോ, നാട്ടുകാർ കാണുന്നുണ്ടോ, അത് പ്രശ്നമല്ല. കർത്താവ് കാണുന്നുണ്ടെന്നും ഈശോ എനിക്ക് വേണ്ടിയിട്ടാണ് സഹിച്ചതെന്നും ഒരു ബോധ്യം നമുക്ക് ലഭിച്ചു കഴിയുമ്പോൾ പാപത്തെ ഉപേക്ഷിക്കാൻ പരിശുദ്ധാത്മാവ് നമുക്ക് കൃപ നൽകും. അതുകൊണ്ടാണ് പത്രോസ് ശക്തമായിട്ട് പറയാണ്, ക്രിസ്തു നമുക്ക് വേണ്ടി സഹിക്കുകയും നമുക്കൊരു മാതൃക നൽകാൻ വേണ്ടി അവൻ അനുകരിക്കാൻ വേണ്ടി ഒരു മാതൃക നൽകുകയും ചെയ്തിരിക്കുന്നു. ക്രൈസ്റ്റ് suffered for us. പറഞ്ഞ ഹല്ലേലൂയ, പറഞ്ഞ ഹല്ലേലൂയ, യേശുവേ നന്ദി. നമ്മുടെ പാഷൻ ഓഫ് ക്രൈസ്റ്റ് സിനിമ ഇടയ്ക്ക് കാണുന്നത് ഒരുപാട് നല്ലതാണ്. അത് പാഷൻ ഓഫ് ക്രൈസ്റ്റ് സിനിമ കണ്ടുള്ള ആൾക്കാരുടെ കൈവരിക്ക് നിങ്ങൾ ധാരാളം പേര് കണ്ടിട്ടുണ്ട്. നിങ്ങൾ ഒന്നിൽ കൂടുതൽ പ്രാവശ്യം കാണണം, 2-3 പ്രാവശ്യം എളുപ്പപ്പെട്ടതനുസരിച്ച് പ്രാർത്ഥിച്ച് കണ്ടു കഴിഞ്ഞാൽ ഒരു കൂടുതൽ അഭിഷേകം കിട്ടും. ഒരിക്കൽ ഡോക്ടർ ജോൺ അദ്ദേഹത്തിന് അനുഭവനോട് പറഞ്ഞ ഇപ്രകാരമാണ്. ഒരിക്കൽ അദ്ദേഹം പാലാ ധ്യാനത്തിന് പരസ്യമായിട്ട് പറഞ്ഞാണ്, അദ്ദേഹത്തിന്റെ ജീവിതത്തിൽ അദ്ദേഹത്തിന് ഒരു പ്രത്യേക സ്വഭാവത്തിന്റെ ഒരു മാറ്റമില്ല. അപ്പൊ അദ്ദേഹത്തിന് ആഗ്രഹമുണ്ട്, പക്ഷെ മാറുന്നില്ല. അപ്പൊ അദ്ദേഹം കുമ്പസാരക്കുട്ടി പോയി കുമ്പസാരിക്കും. ഒരു പ്രാവശ്യം 4 പ്രാവശ്യം പോയി കുമ്പസാരിച്ചു, പക്ഷേ അതൊന്നും കിട്ടുന്നില്ല. അപ്പൊ അദ്ദേഹത്തിന് ഒരു വിഷമായി. അച്ഛനോട് ചോദിച്ചു, അച്ഛൻ ഞാനിങ്ങനെ 4 പ്രാവശ്യം സെയിം കാര്യം എന്ന് പറഞ്ഞപ്പോൾ അച്ഛന് എന്നോട് തോന്നി. അച്ഛൻ പറഞ്ഞു, നീ 4 അല്ല 7 പ്രാവശ്യം ചെയ്താലും യേശുവിനോട് ക്ഷമിക്കും. എന്നാൽ അദ്ദേഹത്തിന് മനസ്സിലായ യേശു ക്രിസ്തുവിന്റെ ഒരു സ്നേഹം കൃപ കിട്ടിയാലേ പറ്റുള്ളൂ. അദ്ദേഹം 70-ലധികം പ്രാവശ്യം ദ പാഷൻ ഓഫ് ക്രൈസ്റ്റ് എന്ന സാധനം ലാപ്ടോപ്പിലിട്ട് അദ്ദേഹം രാവിലെ എഴുന്നേൽക്കുന്നത് കാണും. അങ്ങനെ 70 പ്രാവശ്യം അദ്ദേഹം പറയാണ്, തുടർന്ന് ഈ ചിത്രങ്ങളെല്ലാം കൂടെ മനസ്സിലേക്ക് ആഴത്തിൽ അവിടെ പതിഞ്ഞു. ആഴത്തിലെല്ലാ ചിത്രങ്ങളും എൻ്റെ യേശു എനിക്ക് വേണ്ടി മരിച്ചു, എൻ്റെ യേശു എനിക്ക് വേണ്ടി അടികളേറ്റു, എൻ്റെ യേശു എനിക്ക് വേണ്ടി സഹിച്ചു. ഈ ഒരു ബോധ്യം ഹൃദയത്തിന്റെ ഉള്ളിൻ്റെ ഉള്ളിലേക്ക് നിറഞ്ഞതനുസരിച്ച് അദ്ദേഹത്തെ യേശുവിനോട് ഭയങ്കരമായ സ്നേഹം. ഞാൻ തന്നെ അത്ഭുതപ്പെടും. യേശുവിനെ പാഷനറ്റ് ആയിട്ട് സ്നേഹിക്കാൻ ദൈവത്തിന് കൃപയാണ് കൊടുത്തു. പറഞ്ഞ ഹല്ലേലൂയ, പറഞ്ഞ ഹല്ലേലൂയ. ക്രൈസ്റ്റ് സഫേർഡ് ഫോർ us എന്നുള്ള വലിയൊരു സത്യം നമ്മുടെ ഹൃദയത്തിന്റെ ഉള്ളിൽ നമ്മൾ എഴുതണം. അതിനുവേണ്ടി നമ്മൾ പരിശ്രമിക്കണം, അതിനുവേണ്ടി നമ്മൾ ആഗ്രഹിക്കണം. ഇതൊരു വലിയ സത്യമാണ്. ഈ ഒരു സത്യമാണ് ഒരു ക്രിസ്ത്യാനിയെ വിശുദ്ധ വഴികളിലൂടെ നടത്തുന്നത്. ഇത് എത്രമാത്രം ആഴത്തിൽ നമ്മുടെ ഉള്ളിലുണ്ടാകുന്നു അത്രമാത്രം നമ്മൾ പാപത്തെ വൃത്തം ഉപേക്ഷിക്കും, യേശുവിനെ സ്നേഹിക്കാനായിട്ട് പരിശ്രമിക്കും. പറഞ്ഞ ഹല്ലേലൂയ, പറഞ്ഞ ഹല്ലേലൂയ. വിശുദ്ധ മരിയാകൊരിയത്ത് എന്ന് പറയുന്ന വിശുദ്ധ, അവൾ കുഞ്ഞു പ്രായത്തിൽ വളരെ വളരെ ദാരിദ്ര്യമാണ്. അവൾക്ക് എഴുതാനും വായിക്കാൻ അറിയത്തില്ല. എഴുതാനും വായിക്കാൻ അറിയാത്ത മരിയാകൊരിയത്തിന്റെ അമ്മ മരിയാകൊരിയത്തോട് പറഞ്ഞു കൊടുത്തു, കുഞ്ഞേ, പാപത്തേക്കാൾ മരണത്തെ നീ സ്നേഹിക്കണം. കുഞ്ഞു പ്രായം മുതലേ അവളുടെ ചെവി പറഞ്ഞു കൊടുക്കും, മോളെ പാപത്തേക്കാൾ മരണം, മോളെ പാപത്തേക്കാൾ മരണം. ഇടയ്ക്ക് അമ്മ ഒരു കടലാസിലെങ്ങാനും അവള് അവരുടെ വീട്ടിലിങ്ങനെ തൂക്കി വെക്കുമായിരുന്നു. അത്രേ വലിയ എഴുതാനും വായിക്കാൻ അറിയാത്ത മോളാണെങ്കിലും ഇവളുടെ ഉള്ളിൽ അമ്മയുടെ പറച്ചിലൂടെയും പലതരത്തിലും ഇതൊരു ബോധ്യമായിട്ട് വന്നു. പാപത്തേക്കാൾ മരണം, പാപത്തേക്കാൾ മരണം, പാപത്തേക്കാൾ മരണം അവൾ ഇടയ്ക്കിടയ്ക്ക് പറയാൻ തുടങ്ങി. അങ്ങനെ ഇരിക്കുമ്പോഴാണ് വളരെ ദാരിദ്ര്യമുള്ള വളരെ പട്ടിണി പാവങ്ങളായിട്ടുള്ള ഈ കുടുംബത്തിൽ അലക്സാണ്ടർ എന്ന് പറയുന്ന ചെറുപ്പക്കാരൻ, അലക്സാണ്ടറിന്റെ അപ്പന്റെ കൂടെ അവർ ഏകദേശം ഒരു പണിക്കാരാണ് അവർ ജീവിക്കണത്. അലക്സാണ്ടറിനെ മരിയാകൊരിയത്തെ കണ്ടു കഴിഞ്ഞപ്പോ പാപം ചെയ്യുന്നതിന് ആഗ്രഹം. അവൻ ആദ്യം പലതരത്തിൽ അനുനയങ്ങളൊക്കെ പറഞ്ഞു വന്നു. മരിയാകൊരിയത്ത് പറഞ്ഞു, നോ, പാപമില്ല. പല പ്രാവശ്യം വന്നു, അവൾ സമ്മതിച്ചില്ല. ഒരിക്കലും അവൾ മദ്യപിച്ച് തന്റെ കത്തിയും എടുത്ത് വന്നു. മരിയാകൊരിയത്ത് പാപത്തിന് സമ്മതിക്കാത്തതുകൊണ്ട് അവളെ റേപ്പ് ചെയ്യാൻ വേണ്ടി പരിശ്രമിച്ചു. പക്ഷേ അവൾ എതിർത്തു. അവളെ 14 പ്രാവശ്യം അധികം കുത്തി. ഓരോ കുത്തുമ്പോൾ അവൾ പറയും, അലക്സാണ്ടറെ, ഞാൻ പാപത്തെ വെറുക്കുന്നു എന്ന് പറഞ്ഞ് അവള് രക്തമാർന്ന് അവളിങ്ങനെ മരിക്കാൻ കിടക്കുകയാണ്. അലക്സാണ്ടർ കുത്തി അവൾ മരിച്ചു കഴിച്ചു. അലക്സാണ്ടർ ഓടി രക്ഷപ്പെട്ടു. അമ്മ ഓടി വരുമ്പോൾ കാണുന്ന കാഴ്ച ഇതാണ്. അമ്മ പണ്ട് അവളുടെ കാതിൽ ഊതി കൊടുത്തൊരു മന്ത്രം ഉണ്ടായിരുന്നു, കുഞ്ഞെ, നീ ഒരു പാപം ചെയ്തതിനേക്കാൾ എനിക്കിഷ്ടം നീ ഈ മുമ്മറപ്പുറത്ത് മരിച്ചു കിടക്കുന്നതാണ്. അമ്മ വരുമ്പോ രക്തത്തിൽ പടയുന്ന കുഞ്ഞിനെയാണ് കാണുന്നത്. ആ കുഞ്ഞിനെ കണ്ടു കഴിഞ്ഞപ്പോ അമ്മ അവളെ വാരിയെടുത്തു. ഡോക്ടർമാരെ ആശുപത്രിക്ക് പോകാൻ വേണ്ടി നോക്കുമ്പോൾ പറ്റുന്നില്ല. വികാരിച്ച്
ഓടി വന്ന് മനസ്സിലായി മരിക്കാൻ പോകുന്ന സമയമാണ്. വികാരൻ ചോദിച്ചു, കുഞ്ഞേ, നിനക്ക് അലക്സാണ്ടറിനോട് ദേഷ്യമുണ്ടോ? അവള് പറഞ്ഞു, അച്ഛാ, അലക്സാണ്ടറിനെ ഞാൻ സ്നേഹിക്കുന്നു, പാപത്തെ ഞാൻ വെറുക്കുന്നു. എന്നിട്ട് അവൾ വീണ്ടും കൂട്ടിച്ചേർത്തു, ഞാൻ സ്വർഗത്തിൽ പോകുമ്പോ അലക്സാണ്ടറിനെ എന്റെ കൂട്ടത്തിൽ ഞാൻ സ്വർഗത്തിൽ കൊണ്ടുപോകും. ഏതാനും നിമിഷങ്ങൾ കഴിഞ്ഞപ്പോ ആ കുഞ്ഞിന്റെ കണ്ണുകൾ അടഞ്ഞു. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, വർഷങ്ങൾ കഴിഞ്ഞപ്പോ സെന്റ് പീറ്റേഴ്സ് ബസിലിക്കായിൽ ആയിരക്കണക്കിന് 10,000-കണക്കിന് ആൾക്കാർ ഒരുമിച്ച് കൂടുമ്പോ ഈ മരിയാകുര്യത്തെ അമ്മ ഏറ്റുമുന്ന സ്ഥിതിക്കാണ്. അമ്മയുടെ മുമ്പിൽ വെച്ച് മാർപ്പാപ്പ പരസ്യമായിട്ട് പ്രഖ്യാപിച്ചു, മരിയാകുര്യത്തി ഇനി മുതൽ വിശുദ്ധ മരിയാകുര്യത്തിയാണ്. പറഞ്ഞ ഹല്ലേലൂയ. നിങ്ങളുടെ വിശുദ്ധിയാണ് മരിയാകുര്യത്തി. ആ മരിയാകുര്യത്തിയുടെ കാനനൈസേഷനും ചടങ്ങിൽ സംബന്ധിച്ച ഒരു പെൺകുട്ടി ഉണ്ടായിരുന്നു. ആ പെൺകുട്ടി, അവൾ വെറ്റിലൊരു പെൺകുട്ടിയാണ്. അവൾ വളരെ ദാരിദ്ര്യമായിട്ടുള്ള അവസ്ഥയിലാണ്. പേര് ഞാൻ മറന്നുപോയി പെട്ടെന്ന്. അവളുടെ പേര് പിയറീന മൊറോസിനി എന്നാണ്. പിയറീന മൊറോസിനി, ഇറ്റലിക്കാരത്തെ പെൺകുട്ടി. അപ്പൊ ഈ പെൺകുഞ്ഞ് ഈ മരിയാകുര്യത്തിനെ ബിയാറ്റിഫൈ ചെയ്ത സമയത്ത്, കാനനൈസ് ചെയ്ത സമയത്ത് അവൾ പ്രാർത്ഥിച്ചു, ദൈവമേ, എനിക്ക് വിശുദ്ധിയാണ്. ഈ പാവപ്പെട്ട പെൺകുട്ടിക്ക് സിസ്റ്ററാണെന്ന് ആഗ്രഹം, പക്ഷെ വീട്ടുകാരെ സമ്മതിച്ചില്ല. കാരണം ദാരിദ്ര്യമായ കാരണം ഇവളോട് പണിക്ക് പോകാൻ പറഞ്ഞു. അങ്ങനെ വിറകെട്ടലായിരുന്നു ഈ പാവപ്പെട്ട പെൺകുട്ടിയുടെ ജോലി. അവൾ വിറകെട്ടാൻ പോകും. പക്ഷെ അവൾ രഹസ്യമായിട്ട് പോവർട്ടി, ചാസ്റ്റിറ്റി, അത് ഒബീഡിയൻസി, 3 വ്രതങ്ങൾ അവൾ ഉള്ളിലെടുത്തായിരുന്നു. ബ്രഹ്മചര്യം, ദാരിദ്ര്യം, അനുസരണം, 3 വ്രതങ്ങൾ അവൾ ഉള്ളിലെടുത്തു. അങ്ങനെ അവൾ വിശുദ്ധിക്ക് വേണ്ടി മര്യാദയുടെ മധ്യസ്ഥനെ പ്രാർത്ഥിക്കുകയാണ്. ഒരു അശുദ്ധി പോലും ഉണ്ടാകാതിരിക്കാൻ അവൾ വെളുപ്പിന് എഴുന്നേറ്റ് ആദ്യം പരിശുദ്ധ കുർബാനയ്ക്ക് പോകും. എന്നിട്ട് അവൾ വിറകെട്ടാൻ പോകും. വിറക് വെട്ടി രാത്രി തിരിച്ചു വരും. പ്രാർത്ഥിക്കും, വിശുദ്ധിമായ ജീവിതം നയിക്കാൻ പരിശ്രമിച്ചു. ഒരു ദിവസം വിറക് വെട്ടി ആ കുട്ടി തിരിച്ചു വരുന്ന സമയം, 26 വയസ്സ് അവൾക്ക് പ്രായമുണ്ട്. അവൾ ഒരു ചെറുപ്പക്കാരൻ ഉപദ്രവിക്കാൻ ശ്രമിച്ചു. അവൾ സമ്മതിച്ചില്ല. പലതരത്തിൽ അവൾ എതിർത്ത് നിന്ന് കഴിഞ്ഞപ്പോ ഈ ചെറുപ്പക്കാരൻ ക്രൂരതയായിരുന്നു. ഇവനെന്ത് ചെയ്തു? ഇവളെ പലതരത്തിൽ ഉപദ്രവിച്ചു. അവസാനം ഇവളെ അവിടെ തല്ലി കൊലപ്പെടുത്തി. അവളുടെ രക്തസാക്ഷിയായിട്ട് മരിച്ചു. 1987 ജോൺ പോൾ രണ്ടാമൻ മാർപ്പാപ്പ പറഞ്ഞു, അവൾ ബ്ലെസ്സഡ് ആണ്, അവളെ വാഴ്ത്തപ്പെട്ടവർക്ക് പ്രഖ്യാപിച്ചു. പറഞ്ഞ ഹല്ലേലൂയ. കർത്താവായ യേശുക്രിസ്തു എനിക്ക് വേണ്ടി സഹിച്ചതുകൊണ്ട് എനിക്ക് പാപത്തിന് സുഖം വേണ്ട എന്ന് പറഞ്ഞ് 1000-കണക്കിന് 10,000-കണക്കിന് ആളുകൾ, പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഈ ലോകത്ത് ജീവിച്ചിട്ടുണ്ട്. നമ്മുടെ ഇടയിൽ ജീവിക്കുന്നുണ്ട്. ഞാൻ അത്ഭുതപ്പെടുന്നുണ്ട്. നിങ്ങൾ പലരെയും കാണുമ്പോൾ നിങ്ങളിലുള്ള ആത്മാവിന്റെ തീക്ഷ്ണതയും പരിശുദ്ധാത്മാവിനുള്ള സ്നേഹം കാണുമ്പോൾ ഞാൻ പലപ്പോഴും അത്ഭുതപ്പെട്ടു പോകാറുണ്ട്. നിങ്ങളുടെ പലരുടെയും പ്രാർത്ഥനയും വിശുദ്ധ ജീവിതവും. ഒരു തുള്ളി പോലും എനിക്ക് മദ്യപിക്കേണ്ട, അത് ഒരു നൈമിഷികവും എനിക്ക് വേണ്ട എന്ന് വെച്ച് അത് ഉപേക്ഷിച്ച് കർത്താവിന് വേണ്ടി രാത്രികാലം പകലാക്കി കണ്ണീരോടുകൂടി ഈ ദേശത്തിന് വേണ്ടി പ്രാർത്ഥിക്കുന്ന ഒരുപാട് ആൾക്കാരെ കാണാൻ കർത്താവിന് എനിക്ക് കൃപ നൽകി. യേശുവിന് ഒരുപാട് നന്ദി പറയുകയാണ്. എന്റെ മെയിൻ റീസൺ ഇതാണ്, ക്രൈസ്റ്റ് suffered for us. ഈ ഒരു ബോധ്യം ആരുടെ എല്ലാ ഹൃദയത്തിന്റെ അന്തർഭാഗങ്ങളിൽ എത്രമാത്രം ശക്തമാകുന്നു, ആ വ്യക്തികൾ പാപത്തെ അത് വെറുത്തുപേക്ഷിച്ച് യേശു എന്ന വ്യക്തിയെ പാഷനേറ്റ് ആയിട്ട് സ്നേഹിക്കും. കർത്താവ് സെക്കൻഡ് സാറ്റർഡേ ശുശ്രൂഷയിൽ ആഗ്രഹിക്കുന്ന കാര്യങ്ങളാണ്. യേശു ക്രിസ്തുവിനെ പാഷനേറ്റ് ആയിട്ട് സ്നേഹിക്കുന്ന 100-കണക്കിന് മലയാളികൾ ഈ ദേശത്ത് ഉയരണം. ഹല്ലേലൂയ. നിങ്ങളുടെ കുടുംബങ്ങളിൽ പരിശുദ്ധാത്മാവിന്റെ അഭിഷേകമുള്ള കുഞ്ഞുങ്ങൾ പിറക്കണം. ഈ ദേശത്ത് തകർന്ന സഭയെ പുനരുദ്ധരിക്കാൻ ദൈവം നമ്മളെ വിളിച്ചിരിക്കുകയാണ്. പ്രൈസ് ദി ലോർഡ്. പറഞ്ഞേ ഹല്ലേലൂയ. ഒരു കാലത്ത് ഇറ്റലിയിൽ നിന്ന് ഇതുപോലെ 100-കണക്കിന് റോസാ പുഷ്പങ്ങൾ സ്വർഗത്തിൽ പോയെങ്കിൽ അടുത്ത കാലഘട്ടത്തിൽ നമ്മുടെ മലയാളികളായ അൽഫോൺസാമ്മയുടെ പുറകെ പോകാൻ 100-കണക്കിന് വിശുദ്ധരായിട്ടുള്ള മക്കൾ നമ്മുടെ ദേശത്ത് ഉണ്ടാകണം. പ്രിയപ്പെട്ട, അതിൽ കുറഞ്ഞ നമുക്ക് ലക്ഷ്യമില്ല. വിശുദ്ധി, there is no substitute for holiness. വിശുദ്ധിക്ക് പകരം വേറെ വെക്കാനൊന്നുമില്ല. അതുകൊണ്ട് യേശു എന്ത് ചെയ്തു? യേശു നമുക്ക് വേണ്ടി കുരിശിൽ മരിച്ചു. അതാണ് പത്രോസ് ശ്ലീഹാ പറഞ്ഞത്. അടുത്ത വാക്യം വായിച്ച സാറേ, ബൈബിളിലേക്ക് തുറന്നു വെച്ചോളൂ. അവൻ പാപം ചെയ്തിട്ടില്ല. He was innocent. അവന്റെ അധരത്തിൽ വഞ്ചന കാണപ്പെട്ടില്ല. There was no sin in him, no deceit in his mouth. ബൈബിൾ